ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏകദൈവ വിശ്വാസികളായ അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹ് അള്ളയിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നമുക്കെല്ലാം ആശ്രയിക്കേണ്ടത്. അല്ലാഹ് ആരിലേക്കും ആശ്രയിക്കുന്നവരല്ല. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരും അല്ലാഹുവിലേക്ക് ഫഖീറമാരുമാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹ് ഐശ്വര്യവാനാണ്, സ്തുത്യർഹനാണ്. അല്ലാഹ് ഒരു വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ ആവശ്യമില്ല. അല്ലാഹ് സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ മറ്റുള്ളവരിൽ നിന്നിട്ട് ഉത്ഭവിച്ച ആളല്ല, അവനിൽ നിന്നിട്ട് ആരും ഉത്ഭവിച്ചിട്ടില്ല. അഥവാ അവന് മക്കളില്ല, സന്താനമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യതയുള്ള ശക്തിയോ വ്യക്തിയോ സാധനമോ ലോകത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ റബ്ബിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവർ ഇവിടെ ലോകത്തിൽ എത്ര പേരാണ്? റസൂലുള്ളാഹിന്റെ ശൈലിയിൽ പറയുന്നു, 100-ൽ 1 പേരെ കിട്ടാൻ പ്രയാസമാണ്. അതാണ് ഇന്നത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹുസൈൻ പള്ളിയിലേക്ക് ഞാൻ നിസ്കരിക്കാൻ ചെല്ലാറില്ല. കാരണം അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ എന്തുണ്ട്? അൽ അസ്ഹർ സർവകലാശാലയിലുള്ള ബിഗ് ജുമാ മസ്ജിദാകുന്ന അൽ ജാമിഉൽ കബീർ അവിടെയുണ്ട്. ഞാൻ അവിടെയായിരുന്നു ആ ഭാഗത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ താമസിച്ചത് എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്? അനറബ് രാഷ്ട്രം വ്യത്യാസം കൂടാതെ സൗദി അറേബ്യ അല്ലാത്ത ഏത് നാടുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നോക്കൂ, നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വേറൊരു രാഷ്ട്രമുണ്ടാക്കണം, ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് പോയവരുടെ നാട്, അവരുടെ സ്ഥിതി, അവരുടെ നാട്ടിൽ സംഭവിക്കുന്നത്, അതിന്റെ എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത്. ഖബർസ്ഥാനത്തിന്റെ പേര് തന്നെ അവിടെ പ്രത്യേകം എന്താണ്, പള്ളിയുടെ പേര് തന്നെ മുടിയുടെ പള്ളി അല്ലേ? ബാൽ, എന്താ പള്ളിയുടെ പേര്? മസ്ജിദ് ബാലിന, ഹസ്രത്ത്. ബാലിന് ഹസ്രത്ത് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഏതോ കോന്തന്റെ മുടിയായിരിക്കും, അതിന് ഹസ്രത്ത്. ബാലിന് ബാലെന്ന് പറഞ്ഞ എന്താ അവരുടെ നിഗമനം? നാം പണ്ട് തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പഠിപ്പിച്ച പാഠമാണ് എന്ത്? അന്ധവിശ്വാസത്തിനോട് നാം എന്നേക്കും വിടവാങ്ങണം. വേണ്ട, നമുക്ക് തുളസി പൂജ വേണ്ട, നമുക്ക് കല്ലുകരട് കഞ്ഞരക്കുറ്റി മുതൽ മുള്ളുമുരട് മുറുക്കമ്പാവ് വരെയുള്ള വസ്തു വ്യക്തി പൂജ വേണ്ട, അത് നാം ഒഴിവാക്കിയവരാണ് എന്ന് പഠിപ്പിച്ച ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതോ കീർത്തർമാരുടെയോ മുടി, അല്ലാഹു അലം, അള്ളാഹുവിന്റെ ദൂതരുടെ മുടിയെക്കുറിച്ച് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരോട് തൊട്ടു നിൽക്കുന്ന സാധനം 100-100 ഉറപ്പുള്ളതാണെങ്കിൽ അതിന് പവിത്രതയുണ്ട് എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സൗദി അറേബ്യൻ പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കൃത്രിമമാണ്. 1-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൽ ആരെങ്കിലും റസൂലിന്റെ മുടിയുണ്ട് എന്ന് വാദിക്കുന്നതും അങ്ങനെ പറഞ്ഞു നടക്കുന്നതും. കാരണം അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല 1-ാം നൂറ്റാണ്ടിന് ശേഷം. 1-ാം നൂറ്റാണ്ടിന് ശേഷം 100-100-ൽ ഇത് റസൂലിന്റേതാണെന്ന് പറയുന്നതായ ഒരു മുടിയെ ലോകം കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ എഴുന്നു വന്നു? ആര് പറഞ്ഞു? എല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്, എല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പൂജിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അത് പൂജിക്കാൻ പറഞ്ഞ റസൂലിന്റെ മുഖം നോക്കിയിട്ട് മാഷാ അല്ലാഹ് വശിഅ്ത, അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് റസൂലിന്റെ മുഖം നോക്കിയിട്ട്, റസൂലിന്റെ മുടിയല്ല, റസൂലിന്റെ വാളല്ല, റസൂലിന്റെ മുഖം നോക്കിയിട്ടൊരു സഹാബി പറഞ്ഞപ്പോൾ മുഖം ആപ്പിൾ മാതിരിയായി, റുമാം പഴം മാതിരിയായി മാറി എന്നാണ് ചോദിച്ചിട്ട്. എന്താടാ നീ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിനോട് കൂടി എന്നെ പങ്കുചേർത്ത് കളഞ്ഞു. മാഷാ അല്ലാഹ് എന്ന് പറയൂ, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയൂ, നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന പദം പറഞ്ഞത് ശരിയല്ല എന്ന് പഠിപ്പിച്ച ദൂതരുടെ മുടി പോലോ പിൻകാലഘട്ടത്തിൽ കിംവദന്തി ഉണ്ടാക്കിയും കൊണ്ട് അതിന്റെ പേരിൽ ലക്ഷങ്ങൾ കുതിക്കുന്നു. ഞാനൊരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. ആ സ്ഥാപനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയെ പൊതിഞ്ഞതെന്നോ എന്തോ അവശേഷത്തിനെ പൊതിഞ്ഞതെന്നോ പറയപ്പെടുന്ന തുണി, ആ തുണിയെ വരുന്ന സന്ദർശകർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കലും എന്നിട്ട് ആ സന്ദർശകർ അതിനെ തൊട്ട് ചുംബിക്കലും. സുബ്ഹാനല്ലാഹ്.